ഗുഡ് മോർണിംഗ്. സ്റ്റോക്ക് ബ്രോ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നിഫ്റ്റിയുടെ ലെവൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. 24,197 ഡൗൺ സൈഡ് ലിക്വിഡിറ്റി. ഈ 24,300 ഇപ്പോൾ ഓൾറെഡി അപ് സൈഡ് ലിക്വിഡിറ്റിൻ്റെ മുകളിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് നിഫ്റ്റിയിൽ ഡൗൺ സൈഡ് ട്രേഡിനായിരിക്കും ഞാൻ ആദ്യം നോക്കുക. ബാങ്ക് നിഫ്റ്റിയിലാണെങ്കിൽ ലിക്വിഡിറ്റി ഏരിയ സെക്കൻഡ് മാർക്ക് ചെയ്യാം. ഓൾറെഡി മാർക്കറ്റ് നല്ല ബെയറിഷ് ആയിട്ട് പോവുകയാണ്. മാർക്കറ്റ് ഒരു മൊമെൻറ്റം കണ്ടു, കാരണം നല്ല ബുള്ളിഷ് ഓൾ ടൈം ഹൈ ഒക്കെ എടുത്തല്ലേ. അപ്പോൾ കുറേ ആളുകളൊക്കെ സ്റ്റോക്ക് വാങ്ങുമ്പോൾ ഒന്ന് റിട്രേസ് ചെയ്യുന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. പക്ഷേ 55,550 മുകളിലേക്ക് വരുമ്പോഴേ താഴേക്കുള്ള ട്രേഡിന് നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവുകയുള്ളായിരുന്നു ബാങ്കിൽ. പക്ഷേ ബാങ്കിൽ അവസരമില്ല. അപ്പോൾ നിഫ്റ്റിയിലാണ്. ഇപ്പോൾ നിഫ്റ്റിയിൽ നമുക്ക് താഴേക്കുള്ള ട്രേഡാണ് നോക്കുക. ഫസ്റ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ താഴേക്കായിരിക്കാൻ നോക്കാം. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് മുമ്പ് ഇന്നലെ നമ്മളൊരു എന്താ പറയുക ഗോൾഡിലൊരു ട്രേഡ് എടുത്തിട്ടുണ്ട്. ആ ട്രേഡ് കോസ്റ്റ് പ്രൈസിൽ എക്സിറ്റ് ആയിട്ടോ. അതിനുശേഷം പിന്നെ ടാർഗറ്റ് അടിച്ചു. കാരണം ഇന്നലെ ഞാൻ ഇവിടെ നിന്ന് എടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 7,000 പ്രോഫിറ്റായി ഈ ഒരു ഹൈ എടുത്തപ്പോൾ. അപ്പോൾ അവിടുന്ന് നേരെ തിരിച്ച് താഴെ വന്നിട്ട് വീണ്ടും ലോ എടുത്തിട്ടാണ് മുകളിൽ പോയത്, ടാർഗറ്റ് അടിച്ചത്. നമ്മുടെ SL ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു 7,000 പ്രോഫിറ്റ് ആയ സമയത്ത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇൻഫോം ചെയ്തെന്നുള്ളൂ. ഏതായാലും ഇന്ന് നമുക്ക് നിഫ്റ്റിയിലെ ചാൻസ് നോക്കാം. ഓക്കെ, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നിഫ്റ്റിയിലൊരു എന്താ പറയുക ഒരു ട്രേഡിന് ചാൻസ് ഉണ്ട്. ഒരു പുട്ട് ഓപ്ഷന് നമുക്ക് ബൈ ചെയ്യാം. നമ്മൾ ഉദ്ദേശിച്ചത് എന്താ വെച്ചാൽ ഓൾറെഡി അപ്സൈഡ് ലിക്വിഡിറ്റി എടുത്തുകൊണ്ട് തന്നെ മാർക്കറ്റ് താഴെ ഭയങ്കര പോക്കാണല്ലോ. ഒന്ന് വെയിറ്റ് ചെയ്തെടുത്താലും മതിയൊരു ഇല്ല, അത് പ്രോപ്പർ ഒരു റേഞ്ച് ഓഫ് ക്യാപ്പ് ഒന്നും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ആ ഒരു ഏരിയ ഒന്ന് കൺസിഡർ ചെയ്യാം. അവിടുന്ന് താഴേക്ക് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് രാവിലെ നമ്മൾ മാർക്ക് ചെയ്ത ഒരു അപ്സൈഡ് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷം ഒരു ഡൗൺ സൈഡിലേക്കുള്ള എൻട്രി കിട്ടിയതുകൊണ്ടാണ് ആ ഒരു ട്രേഡ് എടുക്കാനുള്ള റീസൺ. മുകളിലേക്ക് തന്നെ പോവുകയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ SL അടിച്ച് പോകും കേട്ടോ. നമുക്ക് മാക്സിമം 3,000 പോയിന്റ് SL അടിച്ചിട്ടുണ്ട്. ക്യാൻഡിൽ എടുത്താലും കുഴപ്പമില്ല. നമ്മുടെ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നല്ല ചാൻസ് വരാണ് നോക്കാം. ഡൗൺ സൈഡിലേക്ക് തന്നെ നോക്കാം. ബാഗൊക്കെ ഓൾ ടൈം ഹൈ എടുത്തിട്ട് താഴേക്ക് ഇങ്ങനെ വരുന്നതല്ലേ. നല്ല ഓപ്പർച്യൂണിറ്റി നോക്കാം. ഒരു ഡൗൺ സൈഡ് ലിക്വിഡിറ്റിയോ അല്ലെങ്കിൽ നല്ല അപ് സൈഡ് ലിക്വിഡിറ്റി പിന്നീട് ക്രിയേറ്റ് ആവണം. അങ്ങനെയാണെങ്കിൽ നോക്കുകയുള്ളൂ. അതിൽ നമ്മൾ ഓർഡേഴ്സൊക്കെ ഇവിടെ കാണാം. നമ്മുടെ ഓർഡേഴ്സ് ഏതായാലും ഇനി ഫസ്റ്റ് ട്രേഡ് കഴിഞ്ഞു. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ കുറച്ച് ഇതിന് മുമ്പ് 12 മുന്നേ എൻട്രി ചാൻസ് നോക്കാം നമുക്ക്. ഞാൻ ഏതായാലും ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. സമയം 9:35. നമ്മുടെ ട്രേഡ് SL അടിച്ചതിന് ശേഷം ടാർഗറ്റിലേക്ക് പോയിട്ടുണ്ട് കേട്ടോ. ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ഡേയിലോ 1:5 റേഞ്ച് എത്തിയിട്ടുണ്ട്. ഇനിയും നമുക്ക് 24,100 താഴെയായിട്ടും നമ്മൾ രാവിലെ മാർക്ക് ചെയ്ത ഏരിയ ലിക്വിഡിറ്റിയിലേക്ക് വരെയെങ്കിലും അവിടെയും വെയിറ്റ് ചെയ്യണമെങ്കിൽ വെയിറ്റ് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടുന്ന് എക്സിറ്റ് ചെയ്യണവർക്ക് എക്സിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി മാർക്കറ്റ് മുകളിലേക്ക് പോകുകയാണെങ്കിൽ നമ്മുടെ കോസ്റ്റ് പ്രൈസ് അടിക്കും, അല്ലെങ്കിൽ വലിയ ടാർഗറ്റിന് വെയിറ്റ് ചെയ്യുക. ആ രീതിയിലും ചെയ്യാം. പക്ഷേ ഞാൻ പറയാം, നമുക്ക് ജസ്റ്റ് മിസ്സാണ്. നമുക്ക് SL ജസ്റ്റ് അടിച്ചിട്ടാണ് പോയത്. കുഴപ്പമില്ല. ഇനി ഏതായാലും നല്ല ചാൻസ് വരുമ്പോൾ നമ്മൾ എൻട്രി എടുക്കണുള്ളൂ. ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, നല്ല അവസരങ്ങൾ കിട്ടട്ടെ. മാർക്കറ്റ് നമ്മളെ സമയം 9:43 ആയിട്ടുള്ളൂ. അപ്പോൾ പ്രീമിയം 200 കഴിഞ്ഞു. എന്ത് പോക്കല്ലേ. നമ്മളെ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്തില്ല 24,198. ആ ഒരു റേഞ്ച് ടാപ്പ് ചെയ്തിപ്പോൾ മാർക്കറ്റ്. നമുക്ക് എന്ത് ചെയ്ത് കിട്ടിയിട്ടില്ല. നമുക്ക് നമ്മുടെ SL പോയ ഏരിയ കണ്ടോ, ടോപ്പ് എന്നാണ് പോയത്. ഏതായാലും നോക്കാം. നമുക്കിനി ചാൻസ് വരികയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. സമയം 10 മണി. പ്രീമിയം കണ്ടോ 330. നമ്മുടെ SL അടിച്ചതോടെ 150. അവിടെ നിന്ന് 150 പോയിന്റ് പോയി. നമുക്ക് SL ജസ്റ്റ് അടിച്ചിട്ടാണ് പോയത്. കണ്ടോ പ്രീമിയം നമ്മൾ SL ഏരിയ എവിടെയാണ്, ആ ഒരു ഏരിയയിൽ നിന്ന് SL അടിച്ചു. അവിടുന്ന് SL അടിച്ചു. മാർക്കറ്റ് പോയ പോക്ക് കണ്ടോ, കിട്ടില്ല പോക്ക്. നമുക്കൊരു എൻട്രി എടുക്കാം. ഒരു കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. 24,000 കോൾ ഓപ്ഷൻ ബൈ ചെയ്യാം. നമ്മുടെ സെക്കൻഡ് ട്രേഡാണ് ഇത്. എന്താ വെച്ചാൽ ഇത് ഭയങ്കര റിസ്കി ട്രേഡാണ്. ഭയങ്കര വോളട്ടൈൽ മാർക്കറ്റ്, ഭയങ്കര ഫാളിങ് മാർക്കറ്റാണ് സത്യം പറഞ്ഞാൽ. പക്ഷെ നമ്മളൊരു പെട്ടെന്നൊരു സ്കാൽപ്പിങ് പോലുള്ളൊരൊറ്റ ട്രേഡാണ് ചെയ്യുന്നത്. ഇതിലൊരു ചെറിയൊരു പ്രോഫിറ്റ് വന്നാൽ തന്നെ പ്രോഫിറ്റ് ലോക്ക് ചെയ്ത് പോകാനുള്ള പരിപാടിയാണ്.
കാരണം എന്താ പറയുക മാർക്കറ്റ് ഓവറോൾ ഇന്നത്തെ നോക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് ലിക്വിഡിറ്റി നമ്മൾ മാർക്ക് ചെയ്ത് ഏരിയ ടാപ്പ് ചെയ്തുകൊണ്ട് തന്നെ നമുക്കൊരു ഫസ്റ്റ് ട്രേഡ് ഒരു അറ്റംപ്റ്റ് അപ്പ് സൈഡിലേക്കും ചാൻസ് ഉണ്ട് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പം ആ ഒരു രീതിയിൽ ഏരിയയിൽ മാർക്കറ്റ് വന്നു ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ് ഒരു ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തപ്പം അറ്റ്ലീസ്റ്റ് ഒരു പ്രോഫിറ്റ് ലോക്ക് ചെയ്ത് പോകുന്ന പറഞ്ഞില്ലേ, അങ്ങനെ ചെയ്യാനുള്ള പരിപാടിയാണ്. നോക്കാം, ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. നമ്മളെ സമയം 10:45. 2000 ഭയങ്കര സ്പീഡിലാണ് പ്രോഫിറ്റും ലോസൊക്കെ വരുന്നത്. കാരണം അങ്ങനത്തെ ഒരു ഫാളാണ് ഇപ്പോൾ മാർക്കറ്റ്. നല്ല പോയിന്റ് ഫാൾ ചെയ്തു അല്ലേ. ആ സമയത്ത് നമ്മൾ ഇപ്പോൾ എത്രയെന്ന് പറയാം, നമ്മൾ എവിടുന്ന ടോപ്പിൽ നിന്നാണ് ഫസ്റ്റ് ട്രേഡ് പുട്ട് ഓപ്ഷൻ എടുത്തിരുന്നത് 24,300 എന്നാണ്. ഇപ്പോൾ മാർക്കറ്റിൻ്റെ അവസ്ഥ ഇവിടെ 23,900 ആണ്. അപ്പോൾ അത്രയും മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ടോപ്പിൽ നമ്മുടെ SL പോയി എന്നുള്ളൂ. കുഴപ്പമില്ല, ഏതായാലും ഞാനൊന്ന് അപ്ഡേറ്റ് ചെയ്യാം. സമയം 1:23 ആയിട്ടുണ്ട്. നമ്മൾ നേരത്തെ ട്രേഡ് ആ കംപ്ലീറ്റ് ബാക്കിയുള്ള റെക്കോർഡിങ് കിട്ടിയില്ല നമുക്ക്. ഞാൻ പറഞ്ഞ പോലെ തന്നെ 9,000 റേഞ്ചിലൊക്കെ പ്രോഫിറ്റ് വന്നിരുന്നു ആ ട്രേഡിൽ. അതിനുശേഷം നമുക്ക് കോസ്റ്റ് ഞാൻ 3,000 പ്രോഫിറ്റ് വെച്ചതാണ്. അപ്പോൾ ഓൾറെഡി 3,000 പ്രോഫിറ്റിലാണ് ആ ട്രേഡിൽ. അത്രയും മൂവ് ചെയ്തതിന് ശേഷം താഴെ ഇറങ്ങിയപ്പോൾ 9,000 ഒക്കെ പ്രോഫിറ്റ് കാണിച്ചു. പിന്നെ ഞാൻ കോസ്റ്റ് പ്രൈസിലേക്ക് വെച്ചു. നമ്മൾ ആ ട്രേഡ് ഇവിടെ കാണാം 3,322. ഓവറോൾ 9,000. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ ട്രെയിൽ ചെയ്ത് പോകുന്ന പരിപാടിയായിരുന്നു. ഭയങ്കര ബെയറിഷ് മാർക്കറ്റ് മാർക്കറ്റ് നല്ലൊരു ക്യാൻഡിൽ വന്ന സമയത്ത് ഭയങ്കര ധൈര്യമില്ല മുകളിലേക്ക് അത്രയും ഹോൾഡ് ചെയ്തൊക്കെ. പക്ഷെ അതിനുശേഷം പിന്നെ നമുക്ക് ഒരുപാട് നല്ല അവസരങ്ങൾ നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ആ സമയത്ത് ഞാൻ ഓഫീസിലില്ലായിരുന്നു. ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങി ഇവിടെ ഈ ഏറ്റവും ടിപ്പിൽ നിന്ന് അടിപൊളി ഒരു എൻട്രി വന്നിട്ടുണ്ടായിരുന്നു. അതെടുത്ത ആളുകളൊക്കെ ഉണ്ട്. സൂപ്പർബായിട്ട് നല്ല അടിപൊളി ട്രേഡ് ആണ്. നല്ല അടിപൊളി ട്രേഡ്. അതായത് ഇന്ന് ക്രിയേറ്റ് ചെയ്ത 23,886 എന്ന് പറഞ്ഞ ലിക്വിഡിറ്റി ഏരിയ ടാപ്പ് ചെയ്തതിനു ശേഷം അറ്റ്ലീസ്റ്റ് ഈ ഒരു ഏരിയ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ 1:6 7 ഒക്കെ ഉണ്ട്. ഇപ്പോൾ അത് ട്രെയിൽ ചെയ്ത് പോകുകയാണെങ്കിൽ ഇഷ്ടം പോലെ നല്ല പ്രോഫിറ്റ് ഉള്ള ട്രേഡ്. മിക്കവാറും ട്രെയിൽ ചെയ്തൊന്നും പോകില്ല. ഞാൻ 1:5 ഒക്കെ എത്തുമ്പോൾ തന്നെ എക്സിറ്റ് ചെയ്യും. അല്ലെങ്കിൽ ആ സിംഗ് എക്സ് എടുത്താൽ തന്നെ. കാരണം ഇപ്പം കണ്ടിന്യൂസ് കുറേ SLകൾ ആയതിനെ കൊണ്ട് നമുക്ക് അത്രയും ഹോൾഡ് ചെയ്യാനുള്ളൊരു ധൈര്യമില്ല. കാരണം ഈ ഓവറോൾ ഈ മന്തിൽ ലോസിലായത് കൊണ്ട് തന്നെ നമുക്ക് പ്രോഫിറ്റിലാകുമ്പോൾ ഒരു കോൺഫിഡൻസ് ആണ് റൺ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇത്രയും നിൽക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും മാക്സിമം ഒരു 1:5 എടുക്കാൻ പറ്റിയൊരു ചാൻസ് നോക്കിയിരിക്കുകയാണ്. മാർക്കറ്റ് ഇത്രയും ബുള്ളിഷായി പോയി എന്നല്ലാതെ നമ്മൾ അത്രയും ഹോൾഡ് ചെയ്തിട്ടുണ്ടാവില്ല. മാക്സിമം ഒരു 1:5 അല്ലെങ്കിൽ ഒരു സിംഗ് ഹൈ എടുത്തപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. ഇത്രയും ഇപ്പോൾ അവിടെ നിന്ന് ഓൾമോസ്റ്റ് നല്ല പോയിന്റ് പോയില്ലേ മാർക്കറ്റ്. ആ ഒരു നമ്മളെ ഡൗൺ സൈഡ് എൻട്രി തന്നതിന് ശേഷം നിഫ്റ്റിയിൽ മാത്രമല്ല ബാങ്കിൽ പിന്നീടും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ നിഫ്റ്റിയിൽ ഞാൻ പറഞ്ഞു ഏറ്റവും ടോപ്പ് ഡൗണിൽ നിന്ന് നമുക്കൊരു എൻട്രി തന്നു എന്നാണ്. പക്ഷേ ബാങ്കിൽ പിന്നീട് നിഫ്റ്റിയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തൊരു 5 minutes ആയിട്ട് ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തതിന് ശേഷമാണ് എൻട്രി തന്നത്. പക്ഷേ ബാങ്കിലും അതുപോലെ തന്നെ കുറച്ചും കൂടി മുകളിൽ നിന്ന് നല്ലൊരു എൻട്രി ബാങ്കിലും ഉണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലുണ്ടായിരുന്നു. ബാങ്ക് നിഫ്റ്റിയിലെ എൻട്രി ഈ ഒരു ഏരിയയിലാണ്. ഇന്ന് 54,416 എന്നുള്ളൊരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. അവിടെ ടാപ്പ് ചെയ്തു ഒരു അഗ്രസീവ് എൻട്രി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് അത്യാവശ്യം 100 പോയിന്റ് ഇപ്പോൾ പോയിട്ടുണ്ട് മാർക്കറ്റിൽ. അത് വേണമെങ്കിൽ നമുക്ക് ഡേ ഹൈ വരെയൊക്കെ ഹോൾഡ് ചെയ്യാം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ ഇനി പോയാലോ. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾറെഡി 1:5 എക്സിറ്റ് ചെയ്യണവർക്കാണെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ട്രേഡിൽ വേറെ ചെറിയ റിസ്ക് ഉണ്ട്. 54,536 എന്നുള്ളൊരു അപ്സൈഡ് ലിക്വിഡിറ്റി ഉണ്ട്. അപ്പം അത് ടാപ്പ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമുക്ക് കോസ്റ്റ് പ്രൈസിലേക്ക് വെക്കേണ്ടി വരും. പിന്നെ അല്ലെങ്കിൽ 1:5 ആകുമ്പോൾ ഇറങ്ങേണ്ടി വരും. അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ ഡേ ഹൈ വരെ വെയിറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ കുറേ ഓപ്ഷൻ ഉണ്ട്. പക്ഷേ ഇന്ന് നമ്മൾ ഇല്ലാത്ത സമയത്ത് നല്ല 2 ട്രേഡ് വന്നു. അതാണ് നമുക്ക് കിട്ടിയിട്ടില്ലല്ലേ. ഈ വീക്കിൽ ഇപ്പോൾ ട്രേഡ് ടാർഗറ്റ് അടിക്കാൻ പറ്റിയൊരു ട്രേഡായിരുന്നു. സമയം 2:45. നമ്മളെ ഇന്നത്തെ വേറെ ട്രേഡൊന്നും എടുത്തില്ല. പിന്നെ ആ ഒരു ട്രേഡ് തന്നെ ഉള്ളൂ. നിഫ്റ്റി പിന്നെ ഒരുപാട് നമുക്ക് നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി പോലും തോന്നിയിട്ടില്ല. ഓരോ മാർക്കറ്റ് അങ്ങനെ മുകളിലേക്ക് പോകാന്നില്ലാതെ ഒരു ഐഡിയാസ് ഒന്നും എടുത്തിട്ടുമില്ല. ബാങ്കിൽ പറഞ്ഞ പോലെ ആ ഒരു ചാൻസ് തന്നെ തന്നിട്ടുള്ളൂ. പിന്നെ ചാൻസ് ഒന്നുമില്ല. ഇനിയിപ്പം സമയം 3 മണി ആവാനായില്ല. ഇനി നമുക്ക് ട്രേഡ് ചെയ്യണ്ട. ഓക്കെ, ഇനി നമുക്ക് നാളെ നോക്കാം. നാളെ നല്ല അവസരം ഉണ്ടാകുമ്പോൾ ട്രേഡ് ചെയ്യാം. ഓക്കെ, താങ്ക് യു, ബൈ.